ബ്യൂട്ടി ക്ലിനിക്കുകളിൽ പോലും പരിചയസമ്പന്നരല്ലാത്ത ആളുകളാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയ നടത്തുന്നതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജനാണ് ശസ്ത്രക്രിയ നടത്തേണ്ടത്. പക്ഷേ പലയിടത്തും ഇത് പാലിക്കപ്പെടുന്നില്ല. ശസ്ത്രക്രിയയ്ക്ക് നഴ്സുമാർ തന്നെ വേണമെന്നിരിക്കെ ഭൂരിഭാഗം സ്ഥലത്തുമുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. 8 hours അറ്റ്ലീസ്റ്റ് 12 hours പ്രൊസീജിയറാണ്. ഇതുവരെ എന്ത് ചെയ്യുന്നു? ടെക്നീഷ്യനെ കൊണ്ട് ചെയ്യും. ഈ ടെക്നീഷ്യൻസ് നഴ്സസ് ആയിരിക്കില്ല. ഒരു സർജറി OTയിൽ വർക്ക് ചെയ്തൊരു നേഴ്സ് ആയിരിക്കണം ഡോക്ടർ അസിസ്റ്റ് ചെയ്യേണ്ടത്. ഇതല്ലാതെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും വെറും സോ സാഡ് ടു ഹിയർ ദിസ് വെറും റോഡ് സൈഡിൽ നടക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ടാണ് ക്ലിനിക്കിൻ്റെ അകത്ത് ഇടുന്നത്. നോ എഡ്യൂക്കേഷൻ, നത്തിങ്. ഞാൻ പറയുന്നില്ല, കൂടുതലും പല അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാരായിരിക്കും അതിൻ്റെ അകത്ത് ചെയ്യുന്നത്. അൺഹൈജീനിക് പ്രാക്ടീസാണ് ഏറ്റവും ചെയ്യുന്നത്. കുറഞ്ഞ നിരക്കിൽ എന്ന പേരിൽ മോശം സേവനമാണ് പലയിടത്തും നൽകുന്നത്. ശസ്ത്രക്രിയ നടക്കുമ്പോഴും ശേഷവും ശുചിത്വം പാലിക്കുക എന്നത് അണുബാധ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമാണ്. നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ആയിരിക്കണം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന തിയേറ്ററും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആ മെയിൻ്റെനൻസ് ഇല്ലാത്ത കാരണമാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ടും വരുന്നത്. ദ നഴ്സസ്, ദ സ്റ്റാഫ്സ് who all assisting, they should be well clean, wear the gloves. സാധാരണ വെള്ളത്തിൽ കൈ കഴുകിയിട്ട് വരുവാണെങ്കിൽ തന്നെ നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ലപോലെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം ഗ്ലൗസ് ഇട്ട് ഓട്ടിക്കകത്ത് കയറാൻ. കൂണുപോലെയാണ് കേരളത്തിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കുകൾ മുളച്ചുപൊന്തുന്നത്. ഇവയുടെ ലൈസൻസിനെ കുറിച്ചും ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കുറിച്ചും പോലീസും ഇന്റലിജൻസും വിശദമായി അന്വേഷിക്കുകയാണ്. IMA യുടെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത്.